എനിക്ക് എല്ലാ ദിവസവും പഠിക്കാൻ മോട്ടിവേഷൻ ഉണ്ടാവില്ല. ചില ദിവസം എനിക്ക് ബുക്ക് തുറക്കാൻ പോലും തോന്നലില്ല. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്യലെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളവിടെ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടോ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ പഠിക്കാനിരിക്കുന്നതിന് പകരം നിങ്ങൾ എന്താണോ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നത് അല്ലെങ്കിൽ എന്താണോ ഡിസ്മോട്ടിവേറ്റ് ചെയ്യുന്നത് അത് ഒഴിവാക്കുക. ഇന്ന് മെയിനായിട്ട് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോൺ തന്നെയാണ്. അപ്പോൾ ഫോണ് ആദ്യം മാറ്റി വെക്കുക. ഈവൻ ദോ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്ന ഒരാളാണെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഫോൺ മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് ബുക്ക് തുറക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമതേ മോട്ടിവേറ്റ് ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫോണും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ കൂടുതൽ ഡിസ്മോട്ടിവേറ്റ് ആവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഡിസ്ട്രാക്ഷൻ മാറ്റി വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ ബുക്ക് തുറന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് നിങ്ങളപ്പോൾ എടുത്ത് പഠിക്കാൻ പാടുള്ളൂ. ഇഷ്ടപ്പെടാത്ത ടഫുള്ള അങ്ങനെയുള്ള ഒന്നും നിങ്ങളെടുത്ത് പഠിക്കണ്ട. നിങ്ങളെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണോ അതെടുത്തിട്ട് നിങ്ങൾ കുറച്ച് ടൈം ഞാൻ അതാണ് പഠിക്കണമെന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനുള്ള ആ ഒരു ട്രാക്കിലേക്ക് കയറുക എന്നുള്ളത് തന്നെയാണ്. അതിനാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഡിസ്മോട്ടിവേറ്റ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് മാത്സ് ആണ്. ഞാൻ മാത്സ് ഇരുന്ന് പഠിക്കില്ല. കാരണം മാത്സിൽ നമുക്ക് അധികം എഴുതി പഠിക്കാൻ, ലൈക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ അതൊക്കെ ഉണ്ടാവുക. എനിക്ക് വായിച്ച് പഠിക്കുന്ന തിയറി സബ്ജക്റ്റുകൾ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് മാത്സ് ഞാൻ പഠിക്കുമ്പോഴാണ്. കാരണം പ്രോബ്ലം സോൾവ് ലാസ്റ്റ് ആ ആൻസർ കിട്ടുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാത്സാണ് ഫസ്റ്റ് പഠിക്കൽ. അതായത് നിങ്ങൾ ഈസിയസ്റ്റ് പാട്ട് പഠിക്കുമ്പോൾ നിങ്ങളവിടെ എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചാലും നിങ്ങൾ എന്തായാലും നിങ്ങളതിൽ വിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാനും ബാക്കിയുള്ള പോർഷൻസ് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് 25-5 മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഇത് പൊമഡോറോ ടെക്നിക്ക് പോലെ തന്നെയാണ്. ലൈക്ക് 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ ഡിസ്മോട്ടിവേറ്റ് ആവുന്ന ടൈമിൽ മാത്രമേ ഞാനിങ്ങനെ പഠിച്ചിരുന്നത്. അല്ലാത്ത ടൈമിൽ എനിക്ക് ഇങ്ങനെ പഠിക്കണത് ഇഷ്ടമല്ല. ഞാനൊരു വലിയ സ്റ്റഡി സെഷൻ എടുത്ത് പഠിക്കുന്ന ആളാണ്. അപ്പോൾ ഡിസ്മോട്ടിവേറ്റ് ആയിരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. അതായത് കുറച്ച് ടൈം പഠിച്ചിട്ട് ഈ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ ഫോൺ ഒരിക്കലും എടുക്കരുത്. ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡിസ്ട്രാക്റ്റഡ് ആയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തിരിച്ചു വരാനും കുറച്ചധികം ടൈം പോകും അവിടെ. അപ്പോൾ എന്തായാലും വീണ്ടും ഡിസ്മോട്ടിവേറ്റ് ആയിട്ട് ഇത് തന്നെ ഫസ്റ്റ് മുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ 25 മിനിറ്റ്സ് പഠിച്ചിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുമ്പോൾ ഫോൺ എടുക്കാതെ മാക്സിമം പ്രൊഡക്റ്റീവായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ ഡിസ്മോട്ടിവേറ്റ് ആയിരിക്കുന്ന ടൈമിൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമാണ് മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളെ മോട്ടിവേഷൻ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തുടങ്ങിയാലാണ് അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാതെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് പറയണത് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു സബ്ജക്റ്റിൻ്റെ ഫുൾ നെയിമോ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ നെയിമോ അങ്ങനെയൊന്നും എഴുതി വെക്കണ്ട. അങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്റർ പഠിക്കാൻ പറ്റില്ല എന്നെങ്കിൽ നിങ്ങൾ യൂഷ്വലി നിങ്ങൾ എന്തായാലും ഡിസ്മോട്ടിവേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഒരു ചാപ്റ്ററിൽ ഇത്ര ടോപ്പിക്ക് ഞാൻ പഠിച്ചു തീർക്കും, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് അത് പഠിച്ചാലും ഡിസ്മോട്ടിവേറ്റ് ആയിരിക്കുന്ന ടൈമിൽ ഒരു ടോപ്പിക്ക് പഠിച്ചാൽ തന്നെ വലിയ കിട്ടലാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ എത്ര ടോപ്പിക്ക് പഠിക്കുന്നുണ്ടോ ആ ടോപ്പിക്സ് മാത്രം അവിടെ എഴുതി വെക്കുക. കുറേ ചാപ്റ്റേഴ്സിൻ്റെ പേര് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഇത്ര ഞാൻ പഠിക്കും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഡിസ്മോട്ടിവേറ്റ് ആയിരിക്കുന്ന ടൈമിൽ എത്ര കുറച്ചാണ് നിങ്ങൾ പഠിക്കുന്നത് അതന്നെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്നത് വൃത്തിയിൽ പഠിക്കുക. പിന്നെ ഇത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, അതായത് ഞാൻ സ്റ്റഡി സ്പോർട്സ് ഇടയ്ക്കിടയ്ക്ക് മാറ്റലുണ്ട്. അതായത് ഞാൻ ഡിസ്മോട്ടിവേറ്റ് ആയിരിക്കുന്ന ടൈമിൽ എനിക്ക് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അവിടേക്ക് പോകാൻ തോന്നലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ഥലമൊക്കെ മാറ്റിയിട്ട് ചിലപ്പോൾ എൻ്റെ ബെഡിലാവും, ചിലപ്പോൾ ഡൈനിങ് ടേബിൾ പോലാവും. അപ്പോൾ അവിടെ ഒക്കെ ഇരുന്ന് പഠിക്കാൻ നോക്കലുണ്ട്. അങ്ങനെയെങ്കിലും ഒന്ന് മോട്ടിവേറ്റഡ് ആവട്ടെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്ഥലം ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി നിങ്ങൾ മോട്ടിവേറ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് എനിക്ക് ശരിക്കും എഫക്റ്റീവായി തോന്നിയിരിക്കണേ, അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. അതായത് നിങ്ങൾ പഠിക്കുന്ന സ്റ്റൈല് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. ഇപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാണ്, ജസ്റ്റ് ബുക്ക് തുറക്കണേ, തിയറി അല്ലെങ്കിൽ കൺസെപ്റ്റ് പഠിക്കണേ, അതിൻ്റെ ഷൈനുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യണേ, അപ്പോൾ പോർഷൻ പഠിച്ച് അങ്ങനെയല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏതാണോ ടോപ്പിക് അല്ലെങ്കിൽ ഏതാണോ കൺസെപ്റ്റ് പഠിക്കുന്നത് അതിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്യുക. അങ്ങനെ അത് കണ്ടതിന് ശേഷം അതിൽ നിങ്ങൾക്ക് പഠിച്ചതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നതോ കാര്യം എന്ത് ചെയ്യുക, നോട്ടൊക്കെ എഴുതിയെടുത്തിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് പഠിക്കുക. ഇപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് സ്കില്ല് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ബ്രെയിൻ നിങ്ങളെ കൂടുതൽ ആക്റ്റീവ് ആക്കും, അത് നിങ്ങളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുകയേ ചെയ്യുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ റിഫ്രഷ് ആവുക എന്നുള്ളതാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് തന്നെ എടുത്ത് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഒന്ന് എണീറ്റ് നടക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രെയിനൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി നോക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഈ ബ്രെയിൻ ടയർഡ് ആവാൻ, അതുപോലെ തന്നെ നിങ്ങൾ ഡിസ്മോട്ടിവേറ്റഡ് ആവാനും കുറച്ച് റീസൺസ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള കുറച്ച് റീസൺസ് ആണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് 8 hours സ്ലീപ്പ് കിട്ടണില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബ്രെയിൻ ടയർഡ് ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റുട്ടീൻ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ കുറേ ടൈമിൽ ഫോണിൽ കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ബ്രെയിൻ നല്ലോണം ടയർഡാവും. ഇതിനുള്ള സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് ഫൈനലായിട്ട് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും മോട്ടിവേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കരുത്. ആക്ഷൻ ക്രിയേറ്റ്സ് മോട്ടിവേഷൻ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ ആക്ട് ചെയ്ത് തുടങ്ങുക, എന്നാലേ നിങ്ങൾക്ക് മോട്ടിവേഷൻ താനേ വരുള്ളൂ.